നേരത്തെ പറയാൻ മറന്നു. കാർത്തിമ വന്നിട്ടുണ്ടായിരുന്നു. ജിമിന്റെ ബൈക്ക് വേണമെന്നോ ഹോസ്പിറ്റലിൽ പോകണമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഹോസ്പിറ്റൽ കേസായോണ്ട് ഞാൻ പറഞ്ഞു ജിമിനെ കൂട്ടിക്കൊള്ളാൻ. അപ്പൊ ജിമ്മി മോളോടൊന്നും പറഞ്ഞിട്ടില്ലേ? അവൻ എല്ലാ കാര്യം വിളിച്ച് പറയുന്നതാണല്ലോ. പിന്നെ എന്താ ഇത് മാത്രം പറയാതിരുന്നേ? അവന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ കാർത്തി? ചിലപ്പോ പറഞ്ഞിട്ടൊക്കെ ഉണ്ടാവും. അവന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയതുകൊണ്ട് ഞാൻ അതൊന്നും ഓർത്തെക്കാൻ പോയിട്ടില്ല. അല്ല, ഈ കാർത്തി ആളെങ്ങനെയാ? അവനെ പോലെ തന്നെ വായി നോക്കിയായിരിക്കും അല്ലേ? ഏയ്, കാർത്തി മോനോ, അവൻ ചിമ്മിയെ പോലെയൊന്നല്ല. നല്ല കാര്യവിവരമൊക്കെ ഉള്ള ചെക്കനാ. അവനെ പറ്റി പറയാനാണെങ്കിൽ ഇന്നൊന്നും തീരുന്ന എനിക്ക് തോന്നുന്നില്ല. എനിക്കിപ്പോ എന്റെ ചിമ്മിയെ പോലെ തന്നെയാ അവൻ. ഇടയ്ക്കൊക്കെ ഇവിടെ വരും. വന്നാൽ ഊണൊക്കെ കഴിച്ചിട്ടേ ഞാൻ പോകാൻ സമ്മതിക്കാറുള്ളൂ. ഇപ്പൊ തന്നെ കാർത്തി മോനുള്ളതുകൊണ്ടാ ജിമ്മി നേരത്തെ കടത്തി വീട്ടിൽ വരുന്നത്. രാത്രി ഞാനിവിടെ ഒറ്റയ്ക്കാവുമ്പോ ചിമ്മിയേക്കാൾ ടെൻഷനാ കാർത്തി മോനെ. അല്ല, എന്തിനാ എന്റെ കാര്യം പറയുന്നേ? നീ ഇപ്പൊ ജിമ്മിനെ നോക്ക്. അവനിപ്പോ ഏത് നേരം നോക്കിയാലും കാർത്തിയെ മതി. ഇനി എന്റെ കുക്കിമോളെ മൈൻഡ് ചെയ്യോ എന്തോ. മതി, ഒരു കാർത്തിമോൻ വന്നേക്കുന്നു. എന്നാ പിന്നെ അവനെ ദത്തെടുത്തൂടായിരുന്നോ? എനിക്ക് വിശക്കുന്നു, ഞാൻ കഴിക്കാൻ പോവാ. എടി കുശുമ്പിപ്പാറോ, ഇനി ഞാനൊന്നും മിണ്ടുന്നില്ല. എന്റെ മോള് കഴിക്ക്. എന്റെ ചീനാമ്മേ, ഇതൊക്കെ കഴിക്കുമ്പോ ആദ്യമായിട്ട് ഫുഡ് കഴിക്കുന്ന പോലെ തോന്നാ. എന്ത് രുചിയായിരുന്നൊക്കെ. നാളെ കോളേജിൽ പോകാതെ ഇതൊക്കെ കഴിച്ചു തീർത്താലോന്നാ ഞാൻ ആലോചിക്കുന്നേ. എന്റെ കുക്കി, ഒന്ന് പതുക്കെ കഴിച്ചേ. നാളെ ഇതും പറഞ്ഞ് ലീവാക്കാന്ന് എന്റെ പൊന്നുമോള് വിചാരിക്കണ്ട. നാളെ ഫസ്റ്റ് ഡേ അല്ലേ? ഞാനൊരു തമാശ പറഞ്ഞതല്ലേ ജീനാമ്മേ. ഞാൻ എന്തായാലും നാളെ കോളേജിൽ പോകും. എന്നിട്ട് വേണം എനിക്കൊരു കലക്കാൻ. ഇപ്പൊ ഞാനിതൊന്ന് തിന്നു തീർക്കട്ടെ. ആ, ജിമിനായിരിക്കും. അവൻ എന്താ ഇന്ന് ഇത്ര ലേറ്റ് ആയത്? അവൻ ഇത്രയും ലേറ്റ് ആയിരുന്നു നല്ല വഴക്ക് കൊടുക്കണം ജീനാമ്മേ. വാ, നമുക്ക് പോയി നോക്കിയിട്ട് വരാം. ഇത്ര നേരായിട്ട് നീ എവിടെ പോയിക്കേ? എടാ ചിമ്മി, നിനക്ക് എന്താണ് പറ്റിയത്? മുഖത്തെന്താ ചോരയൊക്കെ? അതൊരു ചെറിയ മുറിവ് പറ്റിയതാ, വേറെ കുഴപ്പമൊന്നുമില്ല. ഒരു കുഴപ്പമില്ലായിട്ടാണോ മുഖത്തു നിന്നൊക്കെ ഇങ്ങനെ ബ്ലഡ് വരുന്നത്? എടാ നിനക്ക് എന്താ പറ്റിയത്? ദേ ജീനാമ്മേ, ഇങ്ങോട്ടൊന്ന് വന്നേ. അയ്യോ, ഇതെന്താ പറ്റിയേ? ഇതെന്താ മുഖത്തുനിന്ന് ചോരയൊക്കെ വരുന്നേ? നീ വണ്ടിന്ന് വീണോ? ആക്സിഡന്റ് ആയോ? എടാ, എന്തെങ്കിലും ഒന്ന് വാ തുറന്ന് പറ, എന്താ പറ്റിയത്? ഓ, നിങ്ങളുടെ രണ്ടാളുടെയും വർത്താനം കേട്ടാ തോന്നും എന്റെ കൈയും കാലൊക്കെ ഒടിഞ്ഞിരിക്കുകയാണെന്ന്. എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല. മുഖത്തൊരു മുറിവുണ്ടെന്നല്ലേ ഉള്ളൂ. അതിന് നിങ്ങളിങ്ങനെ ബഹളം വെക്കാതെ. ബഹളം വെക്കാതെ പിന്നെ? നീ പോയ കോലത്തിലാണോ അവിടെ തിരിച്ചു വന്നിരിക്കുന്നത്? എന്തൊരു കോലോ ചിമ്മി, എനിക്ക് കണ്ടിട്ട് സഹിക്കുന്നില്ല. നീ എന്തെങ്കിലും ഒന്ന് തുറന്ന് പറ. അത് പിന്നെ അമ്മയ്ക്ക് നെൽസണിയും ടീമിനെയും അറിയില്ലേ? ഞങ്ങളുമായിട്ട് എപ്പോഴും പ്രശ്നം ഉണ്ടാക്കുന്നവര്. അവര് ഇന്ന് ഞങ്ങളുടെ ശ്യാമിനെ ഉപദ്രവിച്ചു. പാവം, അവനല്ലെങ്കിൽ ഒരു അസുഖക്കാരൻ ചെക്കനാ. അവൻ ഒറ്റക്കുള്ളപ്പോഴാ ഇവറ്റകളെല്ലാരും കൂടി അവന്റെ മേലെ കൈവച്ചത്. അന്ന് ഹോസ്റ്റലില് ജൂനിയേഴ്സിനെ റാഗ് ചെയ്ത ഇഷ്യൂവിന് ശ്യാമായിരുന്നല്ലോ ഇവർക്കെതിരെ കംപ്ലൈന്റ് ചെയ്തതും ഇവന്മാരെ ക്യാമ്പസിൽ നിന്ന് തുരുത്താൻ വേണ്ടി മുന്നിൽ നിന്നതും. അതിന്റെ ചുരുക്ക് തീർത്തതാ അവന്മാര്. അയ്യോ, അവന്മാര് ശ്യാമിനെ ഉപദ്രവിച്ചെന്നോ? അവന് കാര്യമായിട്ട് വല്ലതും പറ്റിയോടാ? ശ്യാം ഇപ്പോ ഹോസ്പിറ്റലില്ല. സീരിയസ് അല്ലെങ്കിലും തലയ്ക്ക് സ്റ്റിച്ച് ഉണ്ട്. അവന്റെ അമ്മയും അച്ഛനും ഒക്കെ ഒരേ കരച്ചിലാ. ഇതൊക്കെ കണ്ടിട്ട് കാർത്തി വെറുതെ ഇരിക്കുന്ന അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? എന്നോട് ഇതൊന്നും പറയാതെ ഒറ്റയ്ക്ക് പോയി അവന്മാരെ പഞ്ഞിക്കിടാനായിരുന്നു കാർത്തിയുടെ പ്ലാൻ. അമ്മ ഏതായാലും എന്നെ അവന്റെ കൂടെ വിട്ടത് നന്നായി. അതുകൊണ്ട് അവന്മാർക്കിട്ട് ശരിക്കും പണിയാൻ പറ്റി. ഇനി അവൻ ആരെയും അനാവശ്യമായിട്ട് ഉപദ്രവിക്കില്ല. ഇതൊക്കെ അതിൻ്റെ ഇടയിൽ പറ്റിയതാ. 2 ദിവസം കഴിയുമ്പോൾ മാറിക്കോളും. അടിയുണ്ടാക്കാനാ രണ്ടാളും പോകുന്നതെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ വിടില്ലായിരുന്നു. ഇതിപ്പോ ശ്യാമിന്റെ അവസ്ഥ അങ്ങനെ ആയതുകൊണ്ട് അവന്മാർക്ക് 2 കിട്ടിയത് നന്നായി. അല്ല, അതിരിക്കട്ടെ, കാർത്തികനെവിടെ? അവന് വല്ലതും പറ്റിയോ? ഏയ്,
കാർത്തിക് ഒരു പോറല് പോലും പറ്റിയിട്ടില്ല. അവന്മാർക്ക് കൊടുക്കാനുള്ളതും കൊടുത്ത് അവൻ നേരെ വീട്ടിലേക്ക് പോയിട്ടുണ്ട്. കുറച്ചു കഴിഞ്ഞാ ശ്യാമിനെ കാണാൻ പോകും. അവിടെ അവന്റെ അമ്മയും അച്ഛനും മാത്രമല്ലേ ഉള്ളൂ. ഒരു സഹായത്തിന് അവൻ അവിടെ വേണം എന്നൊക്കെ പറഞ്ഞു. അവനാ എന്നെ നിർബന്ധിച്ച് ഇങ്ങോട്ടേക്ക് അയച്ചത്. നീ വരണ്ടെന്നും പറഞ്ഞു. അല്ലെങ്കിൽ ഞാനും കൂടെ പോയേനെ ശ്യാമിനെ കാണാൻ. ഓഹോ, അപ്പോ ഇങ്ങനെ ആളത്തെല്ലാം നടക്കുന്നവരായിട്ടാണല്ലേ ഈ ചിമിക്ക് കൂട്ട്. അമ്മ നേരത്തെ പുകഴ്ത്തിയ ആ കാർത്തിമോനായിരിക്കും മെയിൻ ഗുണ്ട. ദേ കൂക്കി, നീ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും. ആ കാർത്തിയെ പറ്റി പറഞ്ഞത് അവൻ ഇഷ്ടപ്പെട്ട് കാണില്ല, അതാ ഇത്രയ്ക്ക് ദേഷ്യം. ജീനാമി ഇതൊക്കെ സമ്മതിച്ചു കൊടുത്തോ? അവസാനം അവൻ ഇവിടെ അടികൊണ്ട് കിടക്കുമ്പോ മനസ്സിലായിക്കോളും. കുക്കി, നീ വിചാരിക്കും പോലെ അവനൊരു ഗുണ്ടയൊന്നുമല്ല. അങ്ങനെ അനാവശ്യ കാര്യങ്ങൾക്ക് പോയി ഇടപെടാറുമില്ല. അതുകൊണ്ടല്ലേ ഞാനൊന്നും പറയാതിരുന്നേ. ഓ ശരി ശരി, നമ്മളൊന്നും പറയുന്നില്ലേ. ഞാൻ അവനെ ഒന്ന് പോയി ആശ്വസിപ്പിച്ചിട്ട് വരാം. ആശ്വസിപ്പിക്കുന്നതൊക്കെ കൊള്ളാം, അവസാനം അടിയാവാതിരുന്നാ മതി. മോനെ ചിമ്മിക്കുട്ടാ, വേദന ഉണ്ടോടാ നിനക്ക്? ഓ, കളിയാക്കാൻ വന്നതായിരിക്കും അല്ലേ? എന്റെ മോള് പോയി കിടന്നുറങ്ങ്. നാളെ നിനക്ക് കോളേജിൽ പോണ്ടതല്ലേ. തൽക്കാലം എനിക്കൊരു കുഴപ്പമില്ല. ചേടാ, ഇതെന്താ കഷ്ടവാ, ഒരു മനുഷ്യനെ ആശ്വസിപ്പിക്കാന്ന് വെച്ചപ്പോ. ആ, നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട, നീ എന്താന്ന് വെച്ചാ ചെയ്. ഗുഡ് നൈറ്റ്. കുക്കി, ദേ എണീറ്റേ. എത്ര സമയം ഉറങ്ങുന്നു? കോളേജിൽ പോകണ്ടേന്ന്? ദേ ഇപ്പൊ തന്നെ ലേറ്റായി, ഒന്ന് എണീറ്റ് മോളെ. ഈശ്വര, ഇത്ര പെട്ടെന്ന് നേരം വെളുത്തോ? ഞാനിപ്പോ കിടന്നതല്ലേ ഉള്ളൂ. ഓ, ആദ്യത്തെ ദിവസം തന്നെ കോളേജിലെത്താൻ ലേറ്റ് ആവുമല്ലോ. ഹാ, പെട്ടെന്ന് ഒരുങ്ങിയേക്കാം. ഇന്നത്തേക്ക് ഇത്ര മതി, ഇനി പോകാം. പണി കിട്ടിയല്ലോ കുക്കി മോളെ. ഇന്ന് നിനക്ക് പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ജിമ്മിന്റെ വണ്ടി അനങ്ങുന്നില്ല. അയ്യോ, ഇവനും ഇവന്റെ ഒരു പാട്ട വണ്ടിയും കാരണം എന്റെ ആദ്യത്തെ ദിവസം തന്നെ കൊളായല്ലോ. എന്നിട്ടാ പോത്തെവിടെ? ഡേ കുക്കി, നീ ഇന്ന് മിക്കവാറും ബസ്സിന് പോകേണ്ടി വരും. ബൈക്ക് സ്റ്റാർട്ട് ആവുന്നില്ല. കാറാണെങ്കിൽ കാർത്തി കൊണ്ടുപോവുകയും ചെയ്തു. ഹാ, ബെസ്റ്റ്. നീ ഒരു കാര്യം ചെയ്, ഈ വീടും കൂടി ആ കാർത്തിയുടെ പേരിൽ എഴുതി കൊടുക്ക്. അപ്പൊ പിന്നെ എല്ലാവർക്കും സന്തോഷാവും. ഞാൻ പോവാ, എനിക്കൊറ്റയ്ക്ക് പോകാനൊക്കെ അറിയാം. ഇത് കോളേജോ അതോ പാർലമെന്റോ? അല്ലെങ്കിലേ ലേറ്റായി. ഇനി ഇതിലൂടെ എന്റെ ക്ലാസ് കണ്ടുപിടിക്കുമ്പോഴേക്കും ഉച്ചയാവും. ഇനി നടന്നിട്ടൊന്നും രക്ഷയില്ല, ഓടി തന്നെ കേറിയേക്കാം.